ഹായ് ഗായ്സ്, നമ്മുടെ കൂടെ ഉള്ളത് ഭീകരൻ. ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഈ 1 വീക്ക് 2 വീക്സ് പോകുന്നവരോട് ഈ പേഷ്യൻസിൻ്റെ ഇഷ്യമാണ്. ബിക്കോസ് നമുക്ക് ആർക്കും ക്ഷമയില്ല. എല്ലാ എക്യുപ്മെൻസിനും കയറി കൈ കിട്ടുന്ന എല്ലാ വെയിറ്റ് ഇട്ട് നല്ല രീതിയിൽ നോക്കിയിട്ട് സെലിബ്രിറ്റി ട്രെയിനർ എന്നുള്ളൊരു ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ആവശ്യം എന്താണെന്ന്. ഹായ് ഗായ്സ്, വെൽക്കം ടു എൻട്രീസ് ഹെൽത്ത് കെയർ ടോക്ക്. നമ്മുടെ കൂടെ ഉള്ളത് ഭീകരൻ റായിബ് മുഹമ്മദ്. നല്ല ഇൻട്രോ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമുക്ക് ഫിറ്റ്നസ് രീതിയിലുള്ള കുറേ ഡൗട്ട്സ് ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഫിറ്റ്നസ് രീതിയിലുള്ള എല്ലാ ഡൗട്ടും ഇതിൽ ക്ലിയർ ആവുന്നതാണ്. എല്ലാം ഒന്നും ഞങ്ങൾ വിടില്ല. അതെ, എല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് ബ്രോ ആയിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു അടുത്ത പോഡ്കാസ്റ്റ് ആരപ്പാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഭീകരൻ എന്ന് പറഞ്ഞു. ഭീകരനോ? ഭീകരൻ. അപ്പോൾ ശരിക്കും എന്താണ് ഭീകരൻ എന്നുള്ള പേര് വരാൻ കാരണം? സോ ഭീകരൻ എന്നുള്ള പേര് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും എന്തുകൊണ്ടാണ് എന്നെ ഭീകരൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഭീകരനാണോ? ഇൻ എ വേ വെൻ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ഐ ആം. ട്രെയിനിങ് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് പേരിടാൻ എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഭീകരൻ എന്ന് വരുമ്പോൾ? ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ വേറിട്ട് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണം. അപ്പം ഞാൻ റാഹിബ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്നെ തിരിഞ്ഞ് നോക്കുക പോലും ഇല്ല. അപ്പോൾ ഒരു പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബാഹിറിനെ ഇപ്പോൾ ഫോളോ ചെയ്ത് വിചാരിച്ചു. അപ്പോൾ ബാഹിറിനെ ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭീകരൻ സ്റ്റാർട്ടഡ് ഫോളോയിങ്. ആരാടാ അതിന് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാലോ. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ ഐ വാണ്ടഡ് എ നെയിം വിച്ച് വാസ് ലൈക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേര്. പിന്നെ ആക്ച്വലി നമ്മുടെ ഈ ഇൻഡസ്ട്രി കുറച്ച് ഹസിൽ കൾച്ചറും കുറച്ച് ഒരു മസിൽ പവറും ഉള്ളതുകൊണ്ട് ഈ ഭീകരൻ എന്നുള്ള പേര് കറക്റ്റായിട്ട് ഇത് മാച്ചായി പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പിന്നെ അങ്ങോട്ട്. ഇപ്പോൾ ബ്രോനെ ശരിക്കും നമ്മുടെ പബ്ലിക് അറിയാവുന്നത് നമ്മൾ സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ആക്ച്വലി അറിയാവുന്നത്. ഇപ്പോൾ സാനിയ അയ്യപ്പനാവാം, അനാർക്കലി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന്? സോ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, യൂഷ്വലി നമ്മൾ മിക്ക ആൾക്കാരുടെയും പ്രൊഫൈൽസ് കാര്യങ്ങൾ കാണുമ്പോൾ സെലിബ്രിറ്റി ട്രെയിനർ എന്നുള്ളൊരു ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ആവശ്യം എന്താണെന്ന്. ബിക്കോസ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ട്രെയിനിങ് ദെം ആൻഡ് ബാക്കി എല്ലാവരും. ബിക്കോസ് സെയിം പ്രോസസ്സ് കൂടിയാണ്. ബിക്കോസ് അവർ കുറച്ചും കൂടിയും അവർക്ക് അവരുടെ പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ മോർ ഫോക്കസ്ഡ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിലും ബെറ്ററായിട്ട് ട്രെയിനിങ് പ്രോസസ്സിൻ്റെ ബാക്കിൽ ഓടുന്ന ആൾക്കാരെയും ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ത് ഡിഫറൻസ് ആണ് ഇതിൽ പറയാനുള്ളത്. ബിക്കോസ് വൺ ഇസ് ദാറ്റ് അവരുടെ ബിസി ഷെഡ്യൂളിനിടയിലും ദേ ആർ ഫൈൻഡിങ് ടൈം ടു വർക്ക് ഔട്ട്. ദാറ്റ് ഇസ് വൺ തിങ് ഐ തിങ്ക് ദാറ്റ് എവറിബഡി ഷുഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് ടൈം തുടങ്ങാം. അപ്പോൾ ഈ ദംഗൽ പടം സിനിമയിലൊക്കെ അമീർ ഖാന് ഒരു 7 മാസം കൊണ്ടാണ് ഫാറ്റ് ലോസ് ആയിട്ട് 6 പാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു വൈറലായിട്ടൊരു വീഡിയോ. അതേപോലെ തന്നെ ഋത്തിക് റോഷൻ, അങ്ങനെ കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ആക്ച്വലി ആൾക്കാർ ജിമ്മിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും ഇതിങ്ങനത്തെ പോസിബിൾ ആണ്. ഒരു 6 months 5 months ഉള്ളിൽ നമുക്ക് ഫാറ്റ് ഇപ്പോൾ ഒരു തടിയുള്ള ഒരാൾ ഒരു 5 മാസം കൊണ്ട് 5 മാസം സ്ട്രെയിറ്റ് ആയിട്ട് ജിമ്മിൽ പോകും, 6 പാക്ക് വരുത്തും. നീ കണ്ടില്ലേ ഇതെങ്കിൽ അമീർ ഖാനൊക്കെ പറ്റുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്കും പറ്റിക്കൂടാന്ന് എഴുതി പോകുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ ശരിക്കും? എപ്പോഴും നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഏതൊരു ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതായത് ഇപ്പം ഒരു നല്ലൊരു ഹെവിയർ സൈഡിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അമേരിക്കാനെ പോലത്തെ ബോഡി ഉണ്ടാവാം, ഡെഫിനറ്റ്ലി ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ദ ടൈം പീരിയഡ് ദറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് 5 to 6 months ഇസ് ഗോൺ ബി എ ബിറ്റ് ഹാർഡ്. അപ്പം നമ്മൾ അങ്ങനെ അത്രയും ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും പല കാര്യങ്ങളും ഒഴിവാക്കണം, പല സാക്രിഫൈസും ചെയ്ത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ടി വരും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. 6 പാക്ക് ഉണ്ടാക്കി 6 മാസം കൊണ്ട് നമ്മൾ ഹെവി ആയിട്ട് നമ്മൾ ചോറ് ഒഴിവാക്കി ചപ്പാത്തി മാത്രമാക്കുന്നു, കോഴിമുട്ട തിന്നുന്നു, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നു. ഇതൊക്കെ ചെയ്ത് 6 months നിങ്ങൾ 6 പാക്ക് ആക്കി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ബോഡി ഉണ്ടാക്കി. വാട്ട് നെക്സ്റ്റ്?
ആഫ്റ്റർ ദ 6 പാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ. നോർമൽ ലൈഫ്, ബാക്ക് ടു നോർമൽ ലൈഫ് എന്ന് പറയുമ്പം ഈ ബാക്ക് ടു നോർമൽ ലൈഫിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഫിറ്റ്നസ് കൊണ്ടിരുന്നില്ല? നമ്മളൊരു എൻ ഗോൾ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ന്യൂട്രീഷൻ പ്ലാനിലേക്ക് ഡയറ്റ് പ്ലാനിലേക്ക് പോകുമ്പം ഡയറ്റ് പ്ലാൻ വിൽ ഹാവ് എൻ എൻ ഗോൾ. എനിക്ക് 60 കിലോ ആവാനുള്ള ഡയറ്റ് പ്ലാൻ. ഓക്കെ, 60 കിലോ ആയി, വാട്ട് നെക്സ്റ്റ്? ആ ഡയറ്റ് പ്ലാൻ നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് എ ന്യൂട്രീഷൻ പ്ലാൻ, ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്കൗട്ട് സ്റ്റൈൽ? നിങ്ങൾ രാവിലെ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടാൻ പോകുന്നു, അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പിന്നെയും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു, നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വെയിറ്റ് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് കൊണ്ടിരുന്നു. ഇത് എത്ര കാലം നിങ്ങൾ ചെയ്യും? ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഞാനിത് ആദ്യം ഒന്ന് കുറച്ചിട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ ആദ്യം കുറയ്ക്കുന്നത് ഫാസ്റ്റർ ആക്കി കഴിഞ്ഞാൽ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ പല ടൈപ്പ് ഓഫ് കീറ്റോ ഡയറ്റും അതേ പാലിയോ ഡയറ്റ്, GM ഡയറ്റ്, അങ്ങനത്തെ പല ഡയറ്റ് പ്ലാൻസും ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ സയൻസ് ബേസ്ഡ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാട്ട് വർക്ക്സ് ഫോർ യു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഐ ഓൾവേസ് ടെൽ പീപ്പിൾ ദാറ്റ് ലൈക്ക് ഫൈൻഡ് യുവർ ഫിറ്റ്നസ്, വാട്ട് വർക്ക്സ് ഫോർ യു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് എത്രയോ കാലത്തേക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് അമീർഖാൻ, കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അമീർഖാൻ ആ ബോഡി ഉണ്ടാക്കി ശരിയാണ്, ആ മോട്ടിവേഷനിൽ ജിമ്മിൽ വരുന്നു, വെരി ഗുഡ്, യു കെയിം ടു ദ ജിം. പക്ഷേ 6 മാസം കൊണ്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് ഗോണ ബി വെരി ഹാർഡ്. നേരെ മറിച്ച് എൻ്റെ ശരീരത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, ഓക്കെ ദിസ് ഈസ് വാട്ട് വി ക്യാൻ ഡു. പക്ഷേ മിക്ക ജിംസിലും ട്രെയിനേഴ്സ് ഈ പ്രശ്നമല്ല, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഒരു പ്രോട്ടീൻ പൗഡറും കൊടുക്കും, ഇത് അടിച്ചാൽ മതി, പ്രോട്ടീൻ പൗഡർ കൊടുക്കും, പിന്നെ ഫാറ്റ് ബേണർ ടാബ്ലറ്റ്സ് പോലത്തെ ടാബ്ലറ്റ്സ് കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇത് എത്രത്തോളം ഇത് ഫ്യൂച്ചറിൽ എപ്പോഴും എന്ത് പ്ലാൻ നമ്മൾ ചെയ്യുമ്പോഴും, ഇപ്പം നമ്മളുടെ കരിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ whenever we are taking ഒരു സർട്ടിഫിക്കേഷൻ MBA എടുക്കുകയാണെങ്കിൽ നമുക്ക് വി ഹാവ് എ പ്ലാൻ. ഓക്കെ, എൻ്റെ കരിയറിൽ എനിക്ക് ഇത് ചെയ്യണം, ഇനി ഈ ലെവലിലേക്ക് പോകണം എന്നൊരു ചിന്തിച്ചാണല്ലോ നമ്മൾ ചെയ്യാം. നമ്മൾ ഫിറ്റ്നസ് പ്ലാനിൽ അങ്ങനെയല്ല. 3 മാസം 6 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞ് എന്തോ ആയിക്കോട്ടെ, എനിക്ക് 6 മാസം കൊണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഫാറ്റ് ബേണറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ഫാറ്റ് ബേണർ എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ഓൺലൈനിൽ കയറിയിട്ട് ഈ ഫാറ്റ് ബേണർ ടാബ്ലറ്റ്സ് വാങ്ങാറുണ്ട്. ശരിക്കും അത് ശരിക്കും യൂസ്ഫുൾ ആണ്? അതൊരു എന്തെങ്കിലും മിത്താണ് ആക്ച്വലി, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ? ഫാറ്റ് ബേണർ ടാബ്ലറ്റ്സ് അല്ല, എന്ത് കൈൻഡ് ഓഫ് ഒരു ടാബ്ലറ്റ്സും കാര്യങ്ങളും ക്യാപ്സ്യൂൾസും, ഇപ്പം സ്റ്റെറോയിഡ്സ് ആയാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, എന്തിന് നമ്മൾ യൂസ് ചെയ്യണം? ബിക്കോസ് നമ്മളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റാത്ത, ഹ്യൂമൻ ബോഡി ഈസ് വെരി അഡാപ്റ്റീവ്. നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളില്ല. ഇപ്പം ബാഹിറിനോട് ഞാനിപ്പോൾ പറയുന്നത്, ബാഹിറിനൊരു 150 പുഷപ്സ് അടിക്കാൻ പറ്റുന്ന ബാഹിർ പറ്റത്തില്ല, ഇല്ല, പറ്റില്ല. പക്ഷേ വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് അടുത്തൊരു 6 മാസം ടു 1 ഇയർ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിന് 150 പുഷപ്പ് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ആ കോൺഫിഡൻസ്, ബിക്കോസ് വി ആർ ഗിവിങ് ഇറ്റ് സം ടൈം ടു ഡു ഇറ്റ്. നേരെ മറിച്ച് എന്താണ് ഫാറ്റ് ബേണർ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോയല്ലോ, എന്നാൽ പിന്നെ അതങ്ങോട്ട് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് തിങ്ക് അബൌട്ട് ഇറ്റ്. ഏത് വലിയ കോച്ചായാലും എത്ര വലിയ സെലിബ്രിറ്റി ട്രെയിനർ ആയാലും ആരായാലും, വെൻ ദേ ആർ ഗിവിങ് യു സംതിങ് ലൈക്ക് ദിസ്, അണ്ടർസ്റ്റാൻഡ് യു ഡോണ്ട് നീഡ് ദീസ് ഷോർട്ട് കട്ട്സ്. നമ്മളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ഈസിലി നമ്മളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പർ പ്ലാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിസൾട്ട് ഉണ്ടാക്കും. പക്ഷേ യു ഹാവ് ടു ബി പേഷ്യൻറ്റ്. ആരും പേഷ്യൻ്റ് ഇല്ല, എല്ലാവർക്കും വന്ന് 2 ആഴ്ചനെ കൊണ്ട് ബോഡിയിൽ റിസൾട്ട് തുടങ്ങണം. അതാണ് മെയിൻ ഇഷ്യൂ. പെട്ടെന്ന് ജിമ്മിൽ പോവുക, ആൾക്ക് പെട്ടെന്ന് ചേഞ്ച് വരണം. പേഷ്യൻസ് സംഭവം ഇല്ലാത്തതിൻ്റെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് മെയിൻ ഒരു കാരണമുണ്ട്. ബിക്കോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നത്, 30 ഡേയ്സിൽ ഒരാളെ ട്രാൻസ്ഫോർമേഷൻ കാണുന്നു, 60 ഡേയ്സിലുള്ള ട്രാൻസ്ഫോർമേഷൻ കാണുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ചെയ്തല്ലോ, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? അവർ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ജെനറ്റിക്സ് വിട്ട് ഡിഫറെൻ്റ് ആവാം, ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആവാം. നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം ചിന്തിക്കുന്നത്. എന്നിട്ട് സ്ലോലി അതിൻ്റെ മുകളിൽ ചേഞ്ചസ് വരുത്തുക ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ലോങ് ടേം ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഷോർട്ട് ടേം ഗോൾസിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ, ആ ഷോർട്ട് ടേമിൽ തന്നെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഡൺ. അല്ലെങ്കിൽ ആ ഷോർട്ട് ടേമിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, എന്നാൽ പിന്നെ എന്നെക്കൂടെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ വിൽ സ്റ്റോപ്പ് ഇറ്റ്. പിന്നെ
അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊക്കെ ജിമ്മിൽ പോകുന്ന എൻ്റെ ബ്രദേഴ്സൊക്കെ എല്ലാവരും സാധാരണ എല്ലാ ആൾക്കാരും പബ്ലിക്കലി ജിമ്മിൽ പോകുമ്പോൾ ഒരു വീക്ക് 2 വീക്സ് പോവും. കാരണം ആ ഒരു ഇതിൽ ഡിറ്റർമിനേഷനിൽ പോവും. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. ചിലർ പറഞ്ഞേക്കാം, എനിക്ക് ഭയങ്കര ഒരു ആൾക്കാരെ കാണുന്നത് പറ്റുന്നില്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ശരിക്കും വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും ആൾക്കാർ? ഈ ഇൻസെക്യൂരിറ്റിയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കും. നമ്മൾ ഏതൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുമ്പോഴും ദേ വിൽ ഓൾവേസ് ട്രൈ ടു പുഷ് യു ടു ടേക്ക് 12 months മെമ്പർഷിപ്പ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 year മെമ്പർഷിപ്പ് എടുക്കാനാണ് നോക്കാറ്. അപ്പോൾ ഈ 1 year മെമ്പർഷിപ്പ് എടുക്കുന്ന എത്ര ആൾക്കാർ 1 yearലൊരു 2 ആഴ്ചയെങ്കിലും ജിമ്മിൽ പോകുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്ച്വലി നമ്മളുടെ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ജിംസൊക്കെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് ജിമ്മിൽ വരാത്ത ആൾക്കാരെ കൊണ്ടാണ്. ഒന്നാലോചിക്കാൻ മതി. ആദ്യം തന്നെ ജിം 6 months ഇതുണ്ട്, അതുപോലെ 1 year ഉണ്ട്. ഒരാരും 3 months ഒരു 1 month പ്ലാൻ അവർക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യൂല. അപ്പോൾ അതിൻ്റെ കാരണം ബിക്കോസ് 1 month 5,000 രൂപയാണെങ്കിൽ 1 year 12,000 ആയിരിക്കും. ആ ലാഭമാണല്ലോ, അതിന് 12,000 എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ആൾക്കാരെടുക്കും. പക്ഷെ നേരെ മറിച്ച് ചിന്തിക്കുന്നത് അവർ പിന്നെ വരില്ല. സോ ഈ 1 week 2 weeks പോകുന്നവരോട് ഈ പേഷ്യൻസിൻ്റെ ഇഷ്യൂ ആണ്. ബിക്കോസ് നമ്മൾക്ക് ആർക്കും ക്ഷമയില്ല. ബിക്കോസ് ഇപ്പോൾ ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മളെ സ്ക്രോളിങ് സ്പീഡ് നോക്കിയാൽ മതി. ആദ്യം ഒരു 5 സെക്കൻഡ് ഉള്ളത് പിന്നെ 3 സെക്കൻഡായി. 3 സെക്കൻഡ് എന്നുള്ള ഇപ്പം 1 സെക്കൻഡിനുള്ളിൽ നമ്മളെ ഹുക്കില്ലെങ്കിൽ നമ്മളത് സ്ക്രോൾ ചെയ്ത് പോകും. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പേഷ്യൻസ് അത്രയും ലോ ആയിക്കൊണ്ട് ഇനിയുള്ള ജനറേഷനൊക്കെ പിന്നെ കണക്കാണ്, കുറ്റം പറയല്ല, ആദ്യം പറഞ്ഞേക്കാം. പക്ഷേ ലൈക്ക് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 2 weeks കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അറിയുന്നുള്ളൂ ലൈക്ക് ഓക്കെ പണി വരുന്നുണ്ട് അവറാച്ച മെല്ലെ മെല്ലെ സ്ലോലി എടുക്കാം. പക്ഷേ ഇല്ല, നമ്മൾ ആ 2 weeks മരിച്ച് വർക്കൗട്ട് ചെയ്യും. പിന്നെ എൻ്റെ ഒരു എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോയൊരു ജിമ്മുണ്ട്, ലൈക്ക് ഒരു നാടൻ കളരി പോലത്തെ ഒരു ജിമ്മ്, ലൈക്ക് കാലിക്കറ്റുള്ള. ഞാൻ ഫസ്റ്റ് ദിവസം അന്ന് ഐ വാസ് ലൈക്ക് ഒരു 100 kilos ആ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയത്. അപ്പം ജിമ്മിൽ പോയി ഫസ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്ത്, അപ്പം സ്ട്രെച്ചിങ് വന്ന്, സെക്കൻഡ് ഡേയും സ്ട്രെച്ചിങ് വന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്ത് എല്ലാവരും ഇങ്ങനെ കുറേ ആൾക്കാർ വെയിറ്റ് ഒക്കെ എടുത്ത് അടിക്കുന്നുണ്ട്, നമുക്ക് സൈക്കിളിങ് ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ അതിനുശേഷം ഒരു 1 week ഓഫായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും. എന്തോ ഒരു കാര്യത്തിന് ഒബ്വിയസ്ലി നമ്മൾ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കല്ലോ ജിമ്മിൽ പോകാതിരിക്കാൻ. ഓഫ് എടുത്ത് തിരിച്ച് ജിമ്മിൽ ഞാൻ പോയപ്പോൾ അന്ന് ആശാനില്ല അവിടെ, ജിമ്മിൻ്റെ ആശാനില്ല. അപ്പോൾ പിന്നെ ഈ നാഥനില്ല കളരി പോലെ ഇങ്ങനെ വീഗാലാൻഡിൽ നമ്മൾ ടൂർ പോയാൽ ഇഷ്ടം പോലെ എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാ എക്യുപ്മെൻറ്റ്സിനും കയറി കൈ കിട്ടുന്ന എല്ലാ വെയിറ്റ് ഇട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് 4ാമത്തെ ഫ്ലോറിലായിരുന്നു ഈ ജിമ്മ്. മസിൽ അങ്ങോട്ട് ഒരാഴ്ച വന്നില്ലല്ലോ, അപ്പോൾ ഉരുട്ടി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി വർക്കൗട്ട് ചെയ്തു. 4ാമത്തെ ഫ്ലോറിൽ നിന്ന് ഞാൻ 2ാമത്തെ ഫ്ലോർ എത്തുമ്പോഴത്തേക്ക് തന്നെ ഐ പ്യൂക്ട് വാള് വെച്ച്. പിന്നെ ഞാൻ ആ പടി കയറിയിട്ടില്ല. പിന്നെ ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ജിമ്മ് കാണുന്നത്. അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കും അതേപോലെ തന്നെ. ഞാൻ ഫസ്റ്റ് ജിമ്മിൽ പോകുമ്പോൾ അവിടുത്തെ കുറേ പേര് നല്ല സൈസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആദ്യം നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴേക്ക് നമ്മുടെ ഒരു ഫസ്റ്റത്തെ മൂഡ് പോയി, ഔട്ട് മൂഡായിട്ട് ഇനി ജിമ്മ് ഇവനൊക്കെ കാണുമ്പോൾ തന്നെ മൂഡ് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 5 കിലോ എടുക്കേണ്ട ഞാൻ പോയിട്ട് 10 കിലോ എടുത്ത് നമ്മുടെ ഈഗോ ലിഫ്റ്റിങ്ങിൻ്റെ ഫേസ് വരുന്നത്. ബിക്കോസ് എന്താ പറയുക, നമ്മൾ ഹ്യൂമൻസ് ആർ വെരി മച്ച് ഇൻ ടു കമ്പയറിങ് ourselves with others. വൈ സോഷ്യൽ മീഡിയ ഹിറ്റ്? ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഹിറ്റാവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താ? നമുക്ക് വീട്ടിലിരുന്ന് ഫോണിലിരുന്ന് മറ്റവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് വളരെ സിമ്പിളായിട്ടിരുന്ന് കാണാം. അപ്പുറത്തെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് വളരെ സിമ്പിളായിട്ട് കാണാം. ഓട്ടോമാറ്റിക്കലി ആ ഒരു സിമിലർ ഇത് തന്നെയാണ് നമ്മളുടെ ജിമ്മിൽ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാണുന്നത് ഹ്യൂജ് സൈസുള്ള മസിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി ഇവനെ പോലെ ആവണമെങ്കിൽ ഞാനിനി എത്ര കാലം വർക്കൗട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവനെ പോലെ പെട്ടെന്നാവാൻ എന്താ ചെയ്യുക. ഈ പെട്ടെന്നാവാൻ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെയും ക്ലയൻസിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഈ ബാഡ് കോച്ചസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്. ആ വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ അവർ എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് അത് വലിയ പിന്നെ ഇത് ചെയ്തോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത് ട്രൈ ചെയ്ത് അടിപൊളിയാണ്, ഈ ടാബ്ലറ്റ് ട്രൈ ചെയ്ത് നോക്ക്, അങ്ങനെ പലതും ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ഇതാണ് പ്രോട്ടീൻ്റെ ഒരു സംഭവം. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അത് ശരിക്കും നെസസറി. ഇപ്പോൾ ബ്രോന് ജിമ്മുണ്ട്, കുറേ പേര് ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ഒരാൾ ജിമ്മ് കയറുമ്പോൾ അയാളുടെ പ്രോട്ടീൻ പവർ എടുത്താൽ മതി, അവിടെ കാണുന്ന ആളെ പോലെ ആവാം. സംഭവം അർണോൾഡൊക്കെ ആയിരിക്കും, ആൾ വർഷം തോറും ട്രെയിൻ ചെയ്തിട്ട് ആ ഒരു ഇതിലെത്തി. ആ കാണുന്ന ആളെ പോലെ ആണെങ്കിൽ മോനെ എപ്പോൾ നീ സപ്ലിമെൻ്റ് എടുത്തോ
ഒരു മാസം സെറ്റാണെന്ന് പറയും അല്ലേ? പ്രോട്ടീൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ആവശ്യമുള്ള സാധനമാണ് പ്രോട്ടീൻ. അപ്പം നമുക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്നും പ്രോട്ടീൻ കിട്ടും, ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടും. അപ്പം വൈ ഡു യൂസ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്? ഈസിയർ അബ്സോർപ്ഷൻ ടു ദ ബ്ലഡ്, അല്ലെങ്കിൽ ഈസിയർ അബ്സോർപ്ഷൻ ടു ദ ബോഡിയാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ സോഴ്സസിൽ നിന്ന് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് വരാത്ത സമയത്ത് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അല്ലാതെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ജനറൽ ഇത് പറയുകയാണെങ്കിൽ ഒരു അധികം മൂവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ 0.8 കിലോഗ്രാം അല്ലെങ്കിൽ 0.8 ഗ്രാംസ് പെർ കിലോഗ്രാം. ഫോർ എക്സാമ്പിൾ യുവർ വെയിറ്റ് ഇസ് 100 kilos, 80 grams ഓഫ് പ്രോട്ടീൻ ബോഡിയിൽ കയറണം. അപ്പം അത് നോർമൽ ഇത് സെഡൻറ്ററി കുറച്ച് അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ അത് നമ്മൾ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് 1.2 1.5 ഒക്കെ പോകും. അപ്പം ഓട്ടോമാറ്റിക്കലി ആ റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്രയും ഫുഡിൽ നിന്ന് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിപ്പം ചിക്കൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ അത്രയും ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡെയിലി കാലറി ഇൻടേക്ക് കൂടാം. അപ്പോഴാണ് ഈ പ്രോട്ടീൻ പൗഡർ ഓക്കെ ഒരു സ്കൂപ്പ് എടുത്തതിന് 24 grams ഓഫ് പ്രോട്ടീൻ, 30 grams ഓഫ് പ്രോട്ടീൻ ബോഡിയിലേക്ക് കയറുന്നു പറയുന്നത്. പ്രോട്ടീൻ ഇസ് നോട്ട് എ സ്റ്റെറോയിഡ്. പ്രോട്ടീൻ ഭയങ്കരമായിട്ടുള്ളൊരു മിസ്കോൺസെപ്റ്റാണ്. അതായത് പ്രോട്ടീൻ പൗഡർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം മസിൽ അങ്ങോട്ട് ഇവിടുന്നൊക്കെ ചാടി വീഴുന്നുള്ളതാണ്. അത് പക്ഷേ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞൊരു 2-3 കൊല്ലത്തിനിടയിൽ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി നാച്ചുറൽ നോർമൽ തിങ് എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ ഒരു 8 കൊല്ലം മുമ്പൊക്കെ ഞാൻ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് വീട്ടിൽ പറയുമ്പം ഞാനെന്തോ വല്ല കഞ്ചാവായിട്ട് ചോദിച്ച പോലെ ഇരുന്ന് റിയാക്ഷൻ മറ്റേതിരുന്നു, നാഗവല്ലി പോലെ ഒരു നോട്ടായിരുന്നു. ഇങ്ങോട്ടേക്കാണ് നിനക്കൊരു പ്രോട്ടീൻ പറഞ്ഞു, അതെന്താ തിന്നാൻ പറ്റില്ല. ഞാനതേപോലെ തന്നെ വീട്ടിൽ ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ക്രിയാറ്റിൻ ഉപയോഗിക്കും. പക്ഷേ വീട്ടിലറിയില്ല, എപ്പോഴും അറിയില്ല ആൾക്കാർക്ക്. അപ്പോൾ പ്രാവശ്യം എൻ്റെ ബാഗിൽ ജിം ബാഗിൽ എൻ്റെ ചേട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. ഞാൻ പ്രോട്ടീൻ കണ്ടു, അല്ല പ്രോട്ടീൻ ക്രിയാറ്റിൻ കണ്ടു. അപ്പോൾ ആൾ ഇത് എവിടെ നിന്നാടാ എന്ന് വെച്ചു. പറഞ്ഞു ഫ്രണ്ട് വീട്ടിൽ വെക്കാൻ പറ്റാത്തത് എൻ്റെ ബാഗിലിട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര അതെല്ലാവരും സുഹൃത്തിൻ്റെ തിലക്കിടുമല്ലോ, വളരെ ഓബ്വിയസ് ആണ്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഉമ്മ പറയും പ്രോട്ടീൻ പൗഡർ നീ കഴിക്കരുത്, അത് കിഡ്നി അടിച്ചു പോകും, ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോഴും ജിമ്മിൽ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന സംഭവത്താണ് പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ടോ മോനെ, അവരങ്ങനെയൊക്കെ പറയും. പക്ഷെ നീ എടുക്കരുത്, കിഡ്നി അടിച്ചു പോകും. ആരാണ് ഈ പ്രോട്ടീൻ പൗഡർ അടിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്ന ഒരു ബേസിക് ഒരു ആൾക്കാർ പബ്ലിക്കിലുള്ള സംഭവം കിഡ്നി അടിച്ചു പോകുന്നുള്ളൊരു സംഭവം എന്നറിയോ? ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ ജിമ്മന്മാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതെന്നൊരു സംഭവം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ തോന്നി എനിക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ ജിമ്മിൽ പോയി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആൾക്കാരെക്കാട്ടിയും കൂടുതൽ ജിമ്മിൽ പോവാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ജിമ്മിൽ പോയിട്ട് ആൾക്കാർക്ക് മരിച്ച അതാണ് വലിയൊരു കോൺട്രവേഴ്സി ആയി. എനിക്ക് റീസെൻ്റ്ലി ഞാൻ ഒരു ന്യൂസ് ചാനലിന് വേണ്ടി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഓവർ ട്രെയിനിങ് എന്നുള്ളൊരു സാധനമുണ്ട്. കുറേ ആൾക്കാർ പറയും അങ്ങനത്തെ അതൊരു മിത്താണെന്നുള്ളത്. ഓവർ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഫാക്ടർ വരുന്നത് എന്താ, ചില സമയത്ത് നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള റിക്കവറിയോ സ്ലീപ്പോ കിട്ടാതെ വീണ്ടും നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് പുഷ് ചെയ്യുമ്പം വി ഡോണ്ട് നോ ഹൗ ദ ബോഡി വിൽ റിയാക്ട്. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ പുഷ് യുവർ ലിമിറ്റ്സ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ജിമ്മിൻ്റെ ഒരു ടാഗ് ലൈൻ. നോ പെയിൻ നോ ഗെയിൻ, പുഷ് യുവർ ലിമിറ്റ്സ്. അത് ആരാണ് ഒരിക്കലും ജിമ്മിൽ പോകുമ്പോൾ കറക്റ്റ് ആൾ പറയുന്നത് കറക്റ്റ് വർക്കൗട്ട് ചെയ്തോ ഇതാക്കി. പക്ഷെ ഉറക്കം എന്ന് പറഞ്ഞ സംഭവത്തിനൊരു പ്രയോറിറ്റി ആരും ഒരു ജിമ്മിൽ ഞാൻ പോയ ജിമ്മിലൊന്നും ഈ ട്രെയിനർമാർ പറയുന്ന ജിം അടിച്ചോ ഫുഡ് എടുത്തോ, പക്ഷെ ഉറക്കം എന്ന് പറയുന്നൊരു ബേസിക് സംഭവമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. സ്ലീപ്പിനെ കുറിച്ച് ആൾക്കാർ പറയാത്ത എന്താ വെച്ചാൽ സ്ലീപ്പ് ബാഹിറിന് വെക്കാൻ പറ്റില്ല. എനിക്ക് ഇല്ല, വളരെ സിമ്പിളാണ്. അതായത് വർക്കൗട്ട് എനിക്ക് വെക്കാൻ പറ്റും, പിന്നെ ഫുഡും അല്ലെങ്കിൽ ന്യൂട്രീഷൻ സ്ലീപ്പ് എനിക്ക് വെക്കാൻ പറ്റില്ല. റിക്കവറി എന്ന് ഒരാളുടെ ട്രെയിനിങ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് റിക്കവറി. റിക്കവറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ്. ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞ സാധനം പാക്കറ്റിലാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിന് നമ്മളത് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. സ്ലീപ്പ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളവിടെ ട്രെയിനിങ് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചോദിക്കുക ഹൗ വാസ് യുവർ സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്.
ബിക്കോസ് ആളെങ്ങനെ സ്ലീപ്പ് ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം റെസ്റ്റ് കിട്ടി എന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഇന്നത്തെ വർക്കൗട്ട് ആൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് ഉണ്ടായാൽ മാത്രമേ കറക്റ്റായിട്ടൊരു വർക്കൗട്ട് അല്ലേ വയറ് നിലച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാനിപ്പോൾ റൈഡ് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇന്ന് ഐ എം വെരി ടയർഡ്. ഐ നോ ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഫീൽ ലൈക്ക് മച്ച് മോർ ടയർഡ് ടുമോറോ. അപ്പം സി ലിസണിങ് ടു യുവർ ബോഡി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് അത് വിചാരിച്ചിട്ട് ലിസണിങ് ടു മൈ ബോഡി, ഇന്ന് ബോഡി പറയുന്നുണ്ട് ടി വി കണ്ട് വീട്ടിലിരിക്കുക, അതിങ്ങനെ ഒരാഴ്ച മൊത്തം ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഇടപെടില്ല. എന്നും ലിസണിങ് ടു ബോഡി കാണാം, കുറച്ചൊരു മയത്തിലൊക്കെ ലിസൺ ചെയ്താൽ. അതാണ് മെയിനായിട്ട് ഉറക്കം എന്ന് പറയുന്ന സാധനത്തിന് ഒരു സ്ലീപ്പ് ആൻഡ് റിക്കവറി ഈസ് നോട്ട് cannot be sold very easily, right? സത്യം, അതാണ് മെയിൻ. ഇപ്പോൾ റിക്കവറി പ്രോസസ്സിന് ഐസ് ബാത്ത് അല്ലെങ്കിൽ ഈ റെഡ് ലൈറ്റ് തെറാപ്പി പിന്നെ അങ്ങനത്തെ പല മസാജ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്ലീപ്പ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ ദാറ്റ് ഈസ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഓർ അണ്ടർ സെൽഡ് തിങ്, ബിക്കോസ് അത് വെക്കാൻ പറ്റില്ല.